الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب സ്നേഹമുള്ള വിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും കൽപ്പനകളും കഴിവിൻ്റെ പരമാവധി പഠിക്കുകയും മനസ്സിലാക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിതം തഖ്വയോടുകൂടി അഥവാ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണേ എന്ന് ആദ്യം എന്നെയും തുടർന്ന് നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിൽ നിന്ന് നാം മരണപ്പെടുന്ന നിമിഷം വരെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കൊണ്ട് മടങ്ങുവാനും വിചാരണ ചെയ്യുന്ന നാളിൽ വിജയികളായിത്തീരുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹിദായത്ത് എന്നുള്ളത്. ഒരു മുസ്ലിമായി ഈ ലോകത്ത് ജനിക്കുവാനും ജീവിക്കുവാനും സൃഷ്ടാവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോകാനും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തൗഫീക്ക് നൽകിയെങ്കിൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പരലോകത്ത് വിജയിക്കണം എന്ന ഒരേ ഒരു ചിന്ത മാത്രമാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒക്കെ ഉള്ളത്. ആ ലക്ഷ്യത്തിലേക്ക് മാത്രമാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എങ്കിൽ നമ്മുടെ വഴികളെല്ലാം ശരിയായ കൃത്യമായ മാർഗത്തിലൂടെ തന്നെയാകും എന്നുള്ളതാണ്. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
5 കാര്യങ്ങൾ പ്രധാനമായി ചെയ്യേണ്ടതും ഇസ്ലാം കാര്യങ്ങൾ. ഷഹാദത്ത് കലിമയാണെങ്കിലും അതുപോലെ തന്നെ നമസ്കാരവും സക്കാത്തും നോമ്പും ഹജ്ജും ഒക്കെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായി തീരുന്ന കർമ്മങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഈമാൻ കാര്യങ്ങൾ 6 നമ്മൾ എണ്ണി പഠിച്ചിട്ടുള്ളത്. അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും അന്ത്യദിനത്തിലും നന്മയും തിന്മയും ഒക്കെ സംഭവിക്കുന്നതെല്ലാം അള്ളാഹുവിൽ നിന്നാണെന്നുള്ള കൃത്യമായ വിശ്വാസം. ഈ വിശ്വാസം അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിൻ്റെ പേരിലോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തലോ ഒന്നും ഒരു പക്ഷേ ഉണ്ടായിട്ടുണ്ടാകില്ല. പക്ഷേ പീഡനം അനുഭവിക്കുന്ന ലോകത്ത് ഒട്ടനവധി മുസ്ലിങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. എന്തിൻ്റെ പേരിലാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ആദർശം സ്വീകരിച്ചതിൻ്റെ പേരിലാണ്. ആ ആദർശം സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചത് കൊണ്ടാണ് റോഹിംഗ്യൻ മുസ്ലിങ്ങളെ കിടങ്ങ് കുഴിച്ചുകൊണ്ട് ജീവനോടുകൂടി അതിലേക്ക് ഇടുകയും എന്നിട്ട് മണ്ണിട്ട് മൂടുകയും ചെയ്ത ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ പച്ചക്ക് മനുഷ്യനെ കത്തിക്കുന്ന രംഗങ്ങൾ നിങ്ങൾ നോക്കൂ. എന്തിൻ്റെ പേരിലായിരുന്നു അവർ അനുഭവിച്ച പ്രയാസങ്ങൾ? ഈ ഒരു ആദർശം സ്വീകരിച്ചതിൻ്റെ പേരിലായിരുന്നു. നിങ്ങൾ നോക്കൂ, ലോകത്ത് 2 വിഭാഗത്തിലുള്ള മുസ്ലിങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഏറ്റവും നന്നായി സുഖമായിക്കൊണ്ട് ഇബാദത്ത് നിർവഹിക്കുന്ന മുസ്ലിങ്ങൾ. ഒരുപക്ഷെ നമ്മളൊക്കെ ആ വിഭാഗത്തിലായിരിക്കും. രണ്ടാമത്തെ വിഭാഗം ഏതാണ്? താൻ സ്വീകരിച്ച ഈ ആദർശം മൂലം ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ കഠിനമായ പ്രയത്നങ്ങൾ പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഇങ്ങനെ 2 വിഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കും. 2 വിഭാഗത്തിനും 2 രൂപത്തിലാണ് പ്രതിഫലം ലഭിക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് കാണാം സൂറത്ത് ആൽ ഇംറാനിലെ 142-ാമത്തെ വചനത്തിൽ അല്ലാഹ് ചോദിക്കുകയാണ്, അം ഹസിബതും മൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു കളയാമെന്ന്? വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമുസ് സ്വാബിരീൻ, ധർമ്മസമയത്തിൽ ഏർപ്പെട്ട ആളുകളെയും ക്ഷമാശീലരെയും അള്ളാഹു തിരിച്ചറിഞ്ഞിട്ടല്ലാതെ, കണ്ടോ, ധർമ്മസമയത്തിൽ ഏർപ്പെട്ട ആളുകളെയും ക്ഷമാശീലരെയും അള്ളാഹു തിരിച്ചറിഞ്ഞിട്ടല്ലാതെ അള്ളാഹുവിൻ്റെ ആ ഭവനത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ചോദ്യം. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച വചനത്തിലും അള്ളാഹു ചോദിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 214-ാമത്തെ വചനമാണ്. എന്താണ് അതിൽ പഠിപ്പിക്കുന്നത്? അതും ഇതുപോലെയുള്ള ചോദ്യമാണ്. ആദ്യം, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ? നേരത്തെ ഓതിയ ആയത്തിൻ്റെ അതേപോലെ തന്നെ തുടക്കത്തിൽ ചോദിക്കുന്നതാണ്, സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്നിട്ട് അല്ലാഹ് ചോദിക്കുന്നു, വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ആളുകൾ, ആ വിശ്വാസികൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ? മസ്സതുഹുമുൽ ബഅസാഉ വല്ലാഹ്, അവർക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഒക്കെ വരികയുണ്ടായി. വസുൽസിലു, അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മഅഹു, അതാ ദൈവദൂതനും അവരിൽ വിശ്വസിച്ച ആളുകളും അഥവാ ദൈവദാസന്മാരും പറഞ്ഞു പോകുമാറ് അതാ പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, മത്താ നസ്റുല്ലാഹ്, നബിയെ എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം നമുക്കുണ്ടാവുക? അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അല്ലാഹുവിന്റെ സഹായം അടുത്ത് തന്നെയുണ്ട്. നിങ്ങൾ നോക്കൂ, ഇത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 214-ാമത്തെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, അന്നത്തെ കാലഘട്ടത്തിൽ പ്രവാചകന്മാരുടെ കാലഘട്ടം മുതൽ സ്വഹാബത്തിന്റെ ആ കാലഘട്ടം മുതൽ നിങ്ങൾ നോക്കൂ, അനുഭവിച്ച പ്രയാസങ്ങളും ദുരിതങ്ങളും കണക്കില്ലാത്തതാണ്. ശരീരത്തിൽ നിന്ന് ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് മാംസങ്ങൾ കൊത്തിയെടുക്കുന്നത് പോലെ ഓരോ സ്വഹാബത്തിന്റെയും ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ എടുത്ത സംഭവം വരെ
പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് കാണിച്ചു കൊടുക്കുന്ന, ഖലീഫമാർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒട്ടനവധി സ്വഹാബികളുടെ ചരിത്രം പക്ഷേ നമ്മൾ വായിച്ചിട്ടുണ്ടാകും, ഖുതുബയിൽ കേട്ടിട്ടുണ്ടാകും. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രവാചകന്മാർ ഒട്ടനവധി കൊല്ലപ്പെട്ടു, സ്വഹാബത്ത് കൊല്ലപ്പെട്ടു. എന്തിന്റെ പേരിലായിരുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഈ ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ മാത്രമാണ്. പ്രവാചകന്മാരുടെ ചരിത്രം നോക്കൂ നിങ്ങൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, യഹൂബ് നബി അലൈഹി സ്വലാം, യൂനുസ് നബി അലൈഹി സ്വലാം, യൂസുഫ് നബി അലൈഹി സ്വലാം, മൂസ നബി അലൈഹി സ്വലാം. നിങ്ങൾ നോക്കൂ, ആ പ്രവാചകന്മാർ മാത്രമല്ല, കൊല്ലപ്പെട്ട എത്രയോ പ്രവാചകന്മാർ. എന്തിന്റെ പേരിലായിരുന്നു ഇതൊക്കെ? അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഠിനമായ പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ ഏൽക്കുകയുണ്ടായി. ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാത്ത പ്രവാചകൻ ഒരു മലയിൽ കഴിച്ചു കൂട്ടിയ സംഭവമൊക്കെ നമ്മൾ ചരിത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾ നോക്കൂ, എന്തിന്റെ പേരിലായിരുന്നു ഇതൊക്കെ? ആ ഒരു ത്യാഗത്തിന്റെ സംഭവമാണ്, ചരിത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആദർശത്തിലൂന്നിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പ്രചോദനമാകേണ്ടത്. നിങ്ങൾ നോക്കി, എത്രയോ സ്വഹാബത്തിന്റെ ചരിത്രമുണ്ട്. ഖലീഫമാരായ 4 പേരുടെ ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല, ഒട്ടനവധി നമ്മൾ വായിച്ചിട്ടുണ്ടാകും. അള്ളാഹുവിന് വേണ്ട രൂപത്തിൽ മനസ്സിലാക്കിക്കൊണ്ട്, ആ വിശ്വാസത്തിൽ അടിവച്ചുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ വിശ്വാസം എവിടെ? ഇതാണ് ചോദ്യം. അള്ളാഹുവിന് വേണ്ട രൂപത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിനെ കണക്കാക്കേണ്ട രൂപത്തിൽ അവർ കണക്കാക്കിയിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? ചില ആളുകളെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ച് നോക്കണം, ഏത് രൂപത്തിലാണ് അള്ളാഹുവിനെ നമ്മൾ കണക്കാക്കിയിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ഒട്ടനവധി സ്വഹാബത്തിന്റെ ചരിത്രം, അതിലേറ്റവും പ്രധാനപ്പെട്ട ചില സ്വഹാബികളുടെ ചരിത്രം മാത്രം ഇന്നത്തെ ഖുതുബയിൽ നിങ്ങളുടെ മുന്നിൽ പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ ആ ഒരു സ്വഹാബികളുടെ ചരിത്രം ഉണ്ടാകണം. ജീവിതത്തിൽ അവസാന നിമിഷം വരെ നമുക്ക് കൃത്യമായ പ്രചോദനമാകേണ്ടത് ഈ സ്വഹാബത്തിൻ്റെ ഒക്കെ ജീവിതമാകണം. അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. മുസ്അബ്, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. പലരും മിസ്അബ് മിസ്അബ് എന്നൊക്കെ പറയാറുണ്ട്. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആരായിരുന്നു? മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി മക്കയിലെ അനുഗ്രഹീതനായ യുവാവായിരുന്നു. സമ്പത്തിന്റെ തൊട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത്. മക്കയുടെ പരിമളം, മക്കയുടെ സുഗന്ധം എന്ന പേരിൽ അറിയപ്പെട്ട സ്വഹാബിയായിരുന്നു. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ ചരിത്രം അങ്ങനെയാണ്. ഒരുപാട് സമ്പത്തിന്റെ ഉടമ, രാവിലെയും വൈകുന്നേരവും ഒക്കെ ഉച്ചക്കുമൊക്കെ ഒരു ദിവസം 3 വസ്ത്രങ്ങൾ മാറിയെടുക്കാൻ മാത്രം വലിയ സമ്പത്തിനുടമയാണ്. ആ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് കാണാൻ വേണ്ടി ആളുകൾ അങ്ങാടിയിൽ തിങ്ങിക്കൂടി നിൽക്കും. എന്തിനാണ്? അദ്ദേഹം ഒന്ന് പുറത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സുഗന്ധം ഒന്ന് ആസ്വദിക്കാൻ, വസ്ത്രത്തിൽ പൂശിയിട്ടുള്ള സുഗന്ധം, അദ്ദേഹത്തിൻ്റെ വസ്ത്രം ഒന്ന് കാണാൻ. നിങ്ങൾ നോക്കൂ, അത്ര വലിയ സമ്പത്തിൻ്റെ ഉടമയായിരുന്നു. ആ സ്വഹാബിയാണ്, ആ വ്യക്തിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പ്രബോധനം ചെയ്യുന്നത് എന്ന് എനിക്ക് കേൾക്കണം. എന്താണ് മുഹമ്മദ് ഇവിടെ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേട്ടു. വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. അദ്ദേഹം വീട്ടിലേക്ക് കടന്നു വന്നു. ഉമ്മ, ഞാൻ മുഹമ്മദിൻ്റെ മതം സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേരാണ് കുനാസ. ഉമ്മ പറഞ്ഞു, മോനെ, ആ മതം നീ സ്വീകരിക്കാൻ പാടില്ല. നമ്മുടെ ദൈവങ്ങൾ ലാത്തയും ഉസ്സയും മനാത്തയുമാണ്. മുഹമ്മദിന്റെ മതവുമായിട്ട് നിനക്ക് വീട്ടിൽ താമസിക്കാൻ ഇടമില്ല. ആ ഉമ്മ മകനെ ചങ്ങലക്കിട്ടു. നീ മുസ്ലിമായി പോവുകയാണല്ലേ, മുഹമ്മദിന്റെ കൂടെ പോവുകയാണോ? അങ്ങനെ ചങ്ങലയിൽ ദിവസങ്ങൾ ബന്ധനസ്ഥനായി കണ്ട് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിൽക്കുന്നു. പക്ഷേ സത്യവിശ്വാസത്തിന്റെ കൈത്തിരി ഊതിക്കെടുത്താൻ ലോകത്താർക്കും സാധ്യമല്ലല്ലോ. അദ്ദേഹം അവസാനം വരെ ആ ഉമ്മ തീരുമാനിച്ച ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വിശ്വാസത്തിൽ നിന്ന് മാറ്റമില്ല, ഇസ്ലാം എന്ന മതം തന്നെ സ്വീകരിക്കും. ഉമ്മ അവസാനം പറഞ്ഞു, മുസ്അബ്, ഇന്ന് മുതൽ നീ എൻ്റെ മകനല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഉമ്മ
തൻ്റെ മകന്റെ മുഖത്ത് നോക്കി, ഒരു മുസ്ലിം ആയതിന്റെ പേരിൽ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുന്ന വാചകമാണ്, ഇന്ന് മുതൽ നീ എൻ്റെ മകനല്ല, നിനക്ക് നിന്റെ മതവുമായിട്ട് എങ്ങോട്ടെങ്കിലും പോയി കൊള്ളാം, സ്വത്തിൻ്റെ ഒരു അവകാശം പോലും നിനക്കില്ല, വീട്ടിൽ നിന്ന് പോകാം. അവസാനം മുസ്അബ് റളിയല്ലാഹു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ഉമ്മ, ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അത് സ്വീകരിക്കാം, അത് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഉമ്മ അവസാനം പറഞ്ഞു, മക്കയിലെ ദൈവങ്ങളാണ് സത്യം, നിന്റെ മതം ഞാൻ സ്വീകരിക്കില്ല, നിനക്ക് നിന്റെ വഴിക്ക് പോകാം. അതോടുകൂടി ആ ബന്ധം അവസാനിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, വീട്ടിൽ നിന്ന് ആദർശത്തിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട പ്രവാചകന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കി. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം ഒരു ഭാഗത്തുണ്ട്. ഉപ്പയോട് സലാം പറഞ്ഞുകൊണ്ട്, ഉപ്പ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ, അല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വാപ്പയോട് യാത്ര പറഞ്ഞു പോകുന്ന രംഗവിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഇതുപോലെ ഉമ്മയോട് യാത്ര പറഞ്ഞുകൊണ്ട് പോവുകയാണ്. ഉമ്മ പുറത്താക്കി. അവസാനം അതാ ഉഹദ് യുദ്ധം. ഒരുപാട് സംഭവങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. ഉഹദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്തഫ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ പേരിൽ ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുന്നു. ഉഹദ് യുദ്ധത്തിൽ ആദ്യത്തിൽ മുസ്ലിങ്ങളൊക്കെയായിരുന്ന വിജയം നമുക്കറിയാം. അവസാന ഘട്ടത്തിലാണ് ശത്രുക്കൾ വളരെ ശക്തമായ ആക്രമണം അവസാന ഘട്ടത്തിൽ ഉണ്ടാവുകയും മുസ്ലിങ്ങൾ പരാജയപ്പെടുകയും ചെയ്തത്. ആദ്യഘട്ടത്തിലെ വിജയം മുസ്ലിങ്ങൾക്കായിരുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കൾ വളഞ്ഞു. പ്രവാചകനെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ എല്ലാവരും വളഞ്ഞു. മഹാനായ മുസ്തഫ റളിയല്ലാഹു അൻഹു അവിടെ തൻ്റെ ബുദ്ധി പ്രയോഗിക്കുകയാണ്. അദ്ദേഹം ആ യുദ്ധത്തിൽ അതാ പതാകയും പിടിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം യുദ്ധത്തിൽ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രവാചകനെ വളഞ്ഞ ശത്രുക്കൾ എന്തു ചെയ്തു? പ്രവാചകനെ ഉപേക്ഷിച്ചുകൊണ്ട് പതാകയുമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മുസ്അബിനെ കൊലപ്പെടുത്താൻ വേണ്ടി, അവനെ ഇല്ലാതാക്കാൻ വേണ്ടി അവർ തീരുമാനിക്കുന്നു. ശത്രുക്കൾ എല്ലാവരും വന്നു. വലത് കൈയിൽ പതാകയുമായി അല്ലാഹു അക്ബർ എന്ന് വിളിച്ച മുസ്അബിന്റെ വലത്തെ കൈവെട്ടി. ഇടത് കൈ കൊണ്ട് പതാക ഉയർത്തി, പതാക പിടിച്ചു, അല്ലാഹു അക്ബർ, ഇടത് കൈയും വെട്ടി. അവസാനം അതാ മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് മുസ്അബ് റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിന്റെ ഗണാങ്കണത്തിൽ ഷഹീദാവുന്ന രംഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി ഷഹീദായി ആ സമയത്ത് യാത്ര പറയുന്ന മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യുദ്ധം കഴിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരെയും നോക്കിക്കാണുകയാണ്. ഒരുപാട് സ്വഹാബികൾ ഷഹീദായിട്ടുണ്ടല്ലോ. അതാ മുസ്അബ് റളിയല്ലാഹു അൻഹു കിടക്കുന്നു. പ്രവാചകൻ മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ മയ്യിത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. കോടീശ്വരനായ മുസ്അബ് എല്ലാം ഇസ്ലാമിന് വേണ്ടി ത്യജിച്ചുവല്ലോ, എല്ലാം ഇസ്ലാമിന് വേണ്ടി മാറ്റിവെച്ചു. കബാബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുസ്അബ് എല്ലാം ഉപേക്ഷിച്ചു എന്നാണ് കബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ നോക്കൂ, എല്ലാം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച ആ സ്വഹാബി. ഒരു ദിവസം 3 വസ്ത്രം അണിഞ്ഞ സ്വഹാബി അവസാനം മയ്യത്ത് കബറിലേക്ക് വെക്കുന്ന ഘട്ടത്തിൽ, മയ്യത്ത് കഫൻ ചെയ്യുന്ന സന്ദർഭത്തിൽ തുണി പോലും തികയുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ആ തുണി കൊണ്ട് തല മറക്കുക, കാലിൽ പുല്ല് വെച്ചുകൊണ്ട് ആ മയ്യത്ത് കബറിലേക്ക് വെക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ നോക്കൂ, ഇതായിരുന്നു മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം. ഇതൊക്കെ നമുക്ക് വലിയ പ്രചോദനമാകേണ്ടതുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഈ ആദർശം സ്വീകരിച്ചതുകൊണ്ട്, ഖുർആനും സുന്നത്തും കൃത്യമായി സ്വീകരിച്ച് പ്രബോധനം ചെയ്യുന്ന ആളുകളെന്ന നിലക്ക് നമുക്ക് ഏതെങ്കിലും ആളുകൾ ഏതെങ്കിലും രൂപത്തിൽ ഫോണിലൂടെ അനാവശ്യമായി സംസാരിച്ചു കഴിഞ്ഞാൽ, കല്ലെടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പോസ്റ്റർ കീറി കഴിഞ്ഞാൽ പോലും നമുക്കുണ്ടാകുന്ന വിഷമം മതിയാക്കാം, അവസാനിപ്പിക്കാം, ഇനി ഞാൻ ഈ ദഅ്വാ രംഗത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന മനുഷ്യർ, നമ്മൾ ആലോചിക്കേണ്ടത് എന്തെല്ലാം പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ഈ ആദർശത്തിന് വേണ്ടി നമ്മൾ ശക്തമായിട്ട് രംഗത്തുണ്ടാകണം. ആയാണ് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാനുള്ളത്. എന്താണ് നമ്മുടെ എല്ലാം വിചാരം? കാലാകാലം കുറച്ച് പണ്ഡിതന്മാർ മാത്രം രംഗത്ത് വന്നാൽ മാത്രം മതിയോ? ഇസ്ലാമിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ, പഠിപ്പിച്ചു കൊടുക്കാൻ, എത്തിച്ചു കൊടുക്കാൻ നമ്മളെല്ലാവരും രംഗത്തിറങ്ങേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതുണ്ട്. ഇനി നോക്കൂ, നിങ്ങൾ ബിലാൽ റളിയല്ലാഹുവിൻ്റെ ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല. ഉമയ്യത്ത് ഇബ്നു ഖലഫിൻ്റെ അടിമയായിരുന്നു. നീണ്ടു വെളിഞ്ഞ ശരീരം,
ഒരു കറുത്തൊരു മനുഷ്യൻ, നീഗ്രോ വംശജനായ മഹാനായ ആ സ്വഹാബിയുടെ ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിഞ്ഞു, ഇസ്ലാം സ്വീകരിക്കുന്നു. പിന്നീട് അനുഭവിച്ച പ്രയാസങ്ങൾ എന്താണ്? മരുഭൂമിയിൽ നഗ്നനാക്കിക്കൊണ്ട് ഒരു തുണി പോലും ദേഹത്തില്ലാതെ ശക്തമായ ആ നെഞ്ചിൽ കല്ല് വെച്ചുകൊണ്ട് വലിച്ചു കൊണ്ടുപോകുന്ന രംഗങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത്രത്തോളം പ്രയാസങ്ങൾ അനുഭവിച്ച സ്വഹാബിയായിരുന്നു മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു ഒരുവൻ, അല്ലാഹു ഒന്നാണ്. ശത്രുക്കൾ പോലും വന്നുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ബിലാലെ ഒരു അല്പസമയം ഒന്ന് ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഒക്കെ ഒന്ന് വിളിച്ചാൽ, നീ അള്ളാഹുവിനെ ആരാധിച്ചോ, ഒന്ന് ലാത്തയെയും ഉസ്സയെയും വിളിച്ചാൽ നിനക്ക് ഈ ഒരു പീഡനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ പ്രയാസത്തിൽ നിന്ന് നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്താം. ഉമയ്യത്ത് ഇബ്നു ഖലഫിന്റെ ആ സൈനികരായിട്ടുള്ള ആളുകൾ വന്നുകൊണ്ട് പറയുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, എൻ്റെ നാവിന് ആ വാക്കൊന്നും പരിചയമില്ല, എൻ്റെ നാവിന് ലാത്തയും ഉസ്സയും മനാത്തയും ആ വാക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ വിളിച്ചിട്ടില്ല, എനിക്ക് പരിചയമില്ല. നിങ്ങൾ നോക്കൂ, ആ സ്വഹാബിയെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് ബാങ്ക് വിളിക്കാൻ വേണ്ടി വിളിക്കുന്നത്. നിങ്ങൾ നോക്കൂ, എത്ര വലിയ ചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത്. പ്രവാചകൻ വഫാത്തായ ശേഷം ബാങ്ക് കൊടുക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന വാക്ക് അദ്ദേഹത്തിന് ശബ്ദിക്കാൻ പറയാൻ കഴിയുന്നില്ല. അത്രത്തോളം പ്രവാചകനോടുള്ള സ്നേഹം കൊണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമൻ യതവല്ലല്ലാഹു വറസൂലഹു വല്ലദീന ആമനൂ ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ. സൂറത്ത് മാഇദയുടെ 56-ാമത്തെ വചനമാണ്. വല്ലവനും അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും സത്യവിശ്വാസികളെയും മിത്രങ്ങളായിക്കൊണ്ട് സ്വീകരിക്കുന്നു എങ്കിൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ കക്ഷി തന്നെയാണ് വിജയം തേടുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ശക്തമായി പീഡിപ്പിച്ച ഉമയ്യത്ത് ഇബ്നു ഖലഫിനെ ബിലാൽ റളിയല്ലാഹു അൻഹു തന്നെ ബദർ യുദ്ധത്തിൽ ആ വ്യക്തിയുടെ തൻ്റെ യജമാനനെ കൊലപ്പെടുത്തിയ സംഭവവും നമുക്ക് ബദർ യുദ്ധത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, ഇത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു, ഉഹദ് യുദ്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 സഹാബികളാണ് ഇസ്ലാമിന് വേണ്ടി നഷ്ടമായത്. ഒന്ന് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു, 2 മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, 3-ാമത്തെ സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു, ആ പേര് ഒരു പക്ഷെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകില്ല. ഉഹദ് യുദ്ധം എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് ഒരു പക്ഷേ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആകും, ഹംസ റളിയല്ലാഹു അൻഹു ആകും, അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ്. ആ പേര് നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ആ സ്വഹാബിയെ ഏത് രൂപത്തിലാണ് കൊലപ്പെടുത്തുന്നതെന്നോ, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ വാളുകൊണ്ട് മുറിച്ചുകൊണ്ട് മാലയാക്കിക്കൊണ്ട് ശത്രുക്കൾ തൂക്കിയിട്ടൊരു സന്ദർഭമുണ്ട്. അദ്ദേഹത്തിന്റെ കാതും അദ്ദേഹത്തിന്റെ മൂക്കും അദ്ദേഹത്തിന്റെ കണ്ണുകൾ വരെ നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യനെ ഏതെല്ലാം രൂപത്തിൽ ആ മയ്യിത്ത് വികൃതമാക്കാൻ സാധിക്കുമോ ആ രൂപത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിന് ചെയ്തില്ലേ, അതുപോലെ അതിനേക്കാളും പ്രയാസമായിരുന്നു ഈ സ്വഹാബിയുടെ ഷഹീദായതിനു ശേഷം ശത്രുക്കൾ കാണിച്ചു കൂട്ടിയത്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയായിരുന്നു അത്. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുവാൻ, നിന്റെ മാർഗത്തിൽ ഷഹീദാകാൻ, അകലോകത്ത് ഉന്നതമായ പ്രതിഫലം ലഭിക്കാൻ അല്ലാഹു നിന്നെ സഹായിക്കണമേ എന്നുള്ളതാണ്. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും പ്രധാനമായി സ്വഹാബത്തിന്റെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങണം, നമുക്കെന്തുകൊണ്ട് ഒരു സലഫിയായിട്ടുള്ള ഒരു മുജാഹിദായിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ എന്ത് ആദർശം എനിക്ക് വ്യക്തമാക്കിക്കൂടാ? എന്തിനാണ് ഞാൻ മടിച്ചു നിൽക്കേണ്ടത്? മരിച്ച വീട്ടിൽ ചെന്നുകൊണ്ട് അവിടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എല്ലാവരും പാരായണം ചെയ്യുന്നു, ഞാനും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. എന്റെ കാരണം അങ്ങനൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഖബർ കെട്ടിപ്പൊക്കുന്ന സമ്പ്രദായം, നേർച്ചയും ഉറൂസും ആണ്ടും അങ്ങനെ സകല ബിദ്അത്തുകളും ശിർക്കൻ പ്രവണതകളും ആളുകൾ ചെയ്യുമ്പോൾ എന്നെ നമ്മൾ മാറി നിൽക്കുന്നു? നമ്മൾ സ്വീകരിച്ച ആദർശമുണ്ട്. പ്രവാചകനിൽ നിന്ന്, സ്വഹാബത്തിൽ നിന്ന്, താബഈങ്ങളിൽ നിന്ന് അവർ സ്വീകരിച്ച ആദർശമാണ് നമ്മൾ യഥാർത്ഥത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അത് മാത്രം നമുക്ക് മതി, അതിനപ്പുറത്തേക്ക് പോകണ്ട. പ്രവാചകൻ എന്ത് പഠിപ്പിച്ചോ, സ്വഹാബത്ത് എന്ത് പഠിപ്പിച്ചോ സ്വീകരിക്കാം. അവിടെ നന്മയാണോ തിന്മയാണോ എന്ന് പിന്നീട് നമ്മൾ തീരുമാനിക്കേണ്ട ആവശ്യമില്ല. പ്രവാചകൻ പഠിപ്പിച്ചതെല്ലാം നന്മയുടെ വഴികൾ മാത്രമാണ്.
സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന വഴികൾ മാത്രമാണ്. നമ്മൾ സ്വീകരിക്കണം. പലപ്പോഴും പല വീടുകളിലും ഈ ഒരു വിഷയമുണ്ട്. എന്താണ്? ഒരു വ്യക്തി കൃത്യമായ തൗഹീദിന്റെ പാതയാണെങ്കിൽ വീട്ടിലധികം ആളുകളും ശിർക്ക് ചെയ്യുന്ന പ്രവണതയാണ്. വാപ്പയും ഉമ്മയും തൻ്റെ ഭാര്യയും തൻ്റെ മക്കളുമൊക്കെ. നേരെ തിരിച്ചുമുണ്ട്. ഇനി വാപ്പ ആ നിലക്കല്ലെങ്കിൽ, ഉമ്മ ഈ നിലക്കല്ലെങ്കിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ കൃത്യമായ ഒരു ആദർശബോധം വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിനെന്താ ചെയ്യേണ്ടത്? ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങണം. സ്വഹാബത്തിന്റെ പാത കൃത്യമായിട്ട് സ്വീകരിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അവർ അനുഭവിച്ച പ്രയാസങ്ങളും പീഡനങ്ങളും ഇതിന്റെ പേരിലാണ്. ഖുർആനിന്റെ പേരിൽ, അള്ളാഹുവിന്റെ പേരിൽ, റസൂലിന്റെ പേരിലായിരുന്നു. നമ്മൾ വടി കാണിക്കേണ്ട ആവശ്യമില്ല. എത്ര സഹോദരങ്ങളുണ്ട് കേരളത്തിൽ, നമുക്കറിയുന്ന എത്രയോ മുജാഹിദുകളായ യുവാക്കളുണ്ട്. ആദർശത്തിന്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, ഇന്നും വാടക വീടുകളിൽ താമസിക്കുന്ന ആളുകൾ ആദർശത്തിന്റെ പേരിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാ. 30-35 വയസ്സുള്ള യുവാക്കൾ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവിടെ അവർക്ക് പ്രചോദനമായത് എന്താണ്? താൻ പഠിച്ച ആദർശം ആരുടെ മുന്നിലും കൃത്യമായിട്ട് പറയും എന്ന നിലപാടാണ്. അത് പറയാൻ നമുക്ക് കഴിയണം. അവിടെ മടി കാണിക്കണ്ട. ആദർശം കൃത്യമായിട്ട് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അതിൻ്റെ പേരിൽ നമ്മൾ മടി കാണിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ചോദിച്ചത്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, വേഗം അങ്ങ് സ്വർഗത്തിൽ കടന്ന് കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ മുൻഗാമികൾ ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചു. അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് വരെ ചോദിച്ചു എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായമെന്ന്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ ഒരു ആദർശമുണ്ടാകണം. ആ ആദർശത്തിൽ പ്രവാചകന്മാരും സഹാബത്തും നിലകൊണ്ട ആദർശം തന്നെയാണ് നമുക്ക് വേണ്ടത്. അത് കൃത്യമായി പിൻപറ്റുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. സ്വഹാബികളുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏറ്റവും പ്രധാനിയായ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഈ ലോകത്ത് ലഭിച്ച ഒരു സ്വഹാബിയാണ് ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹം എന്തായിരുന്നു എന്ന ചരിത്രം മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും. ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം, ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചു. ശത്രുക്കൾ ഉഹദിലേക്ക് വീണ്ടും തയ്യാറെടുക്കുകയാണ്. അങ്ങനെ ഉഹദ് യുദ്ധത്തിൽ സുലാഫ എന്ന ഖുറൈശി സ്ത്രീ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭർത്താവിൻ്റെ പേരാണ് ത്വൽഹ. അവരുടെ മക്കളാണ് മുസാഫിർ, ജുല്ലാസ, കിലാബ്. 3 മക്കൾ. ഈ 3 മക്കളും തൻ്റെ ഭർത്താവും ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെടുകയാണ്. തൻ്റെ മക്കൾക്ക് ശക്തമായ വെട്ടേറ്റ് അവസാനം ശരീരത്തിൻ്റെ കൈയൊന്ന് ഇങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഈ സുലാഫ എന്ന പെണ്ണ് വന്നുകൊണ്ട് ചോദിച്ചു, മക്കളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ആരാണ് നിങ്ങളെ വെട്ടിയത്? ഈ യുദ്ധത്തിൽ ആരാണ് മക്കളെ നിങ്ങളെ വെട്ടിയത്? മക്കൾ പറഞ്ഞു, ആസിം ഇബ്നു സാബിത്ത്. ആ സമയത്ത് ഖുറൈശിയായിട്ടുള്ള സുലാഫ എന്ന സ്ത്രീ പറഞ്ഞു, ലാത്ത തന്നെയാണ് സത്യം, ഞാൻ ആസിമിൻ്റെ തലയോട്ടിയിൽ കള്ളു കുടിക്കും. എന്താ പറഞ്ഞത്? ആസിം റളിയല്ലാഹു അൻഹുവിൻ്റെ തലയോട്ടിയിൽ ഞാൻ കള്ളു കുടിക്കുമെന്ന് ഖുറൈശി പെണ്ണായ സുലാഫ പ്രഖ്യാപിക്കുകയാണ്. സുലാഫയുടെ ഭർത്താവും 3 കുട്ടികളും കൊല്ലപ്പെട്ടു. അങ്ങനെ ആസിമിനെ വധിക്കുന്ന ആളുകൾക്ക് അവർ സമ്മാനം പ്രഖ്യാപിച്ചു. ഉഹദ് യുദ്ധം കഴിഞ്ഞു. ഉഹദ് യുദ്ധത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ആസിം റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാ ജീവനോട് കൂടി തന്നെ വീണ്ടും രംഗത്തേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കുറച്ച് കപട വിശ്വാസികൾ വന്നു. അള്ളാഹുവിൻ്റെ റസൂലേ,
ഞങ്ങളുടെ നാട്ടിലേക്ക് പ്രബോധനം ചെയ്യാൻ, ഈ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ കുറച്ച് സഹാബികളെ നിങ്ങൾ വിട്ടുതരണം. ഇതിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. പ്രവാചകൻ അവരുടെ മനസ്സുപോലും അറിയാൻ കഴിഞ്ഞിട്ടില്ല. പലരും പറയുന്നുണ്ടല്ലോ, പല രൂപത്തിലുള്ള പാട്ടുകളും കള്ളക്കഥകളും അറിയുന്നു, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലും അറിയുന്ന അങ്ങനെ കള്ളപ്പാട്ടുകൾ വരെ ഇന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആ ഘട്ടം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നബിയുടെ അടുക്കൽ കപട വിശ്വാസികൾ വന്നുകൊണ്ട് പറയുക, നബിയെ കുറച്ച് സഹാബികളെ പ്രബോധനത്തിന് വേണ്ടി ഞങ്ങളുടെ നാട്ടിലേക്ക് അയക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആസിം റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ അയക്കുകയാണ്. ഈ കപട വിശ്വാസികൾ എന്ത് ചെയ്തു? വഴിക്ക് വെച്ച് ഈ സംഘത്തെ കൊലപ്പെടുത്തുകയാണ്. ആ സമയത്ത് ആസിം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹുമ്മ അഖ്ബിറന്നാ ബിന്നബിയ്യിക്, അല്ലാഹുവേ ഞങ്ങളെ ഈ പിടികൂടിയ ഈ സംഭവം നബിക്ക് നീ അറിയിച്ചു കൊടുക്കണമേ. ആസിം റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുകയാണ്. നബിയുടെ അടുക്കലേക്ക് വന്ന ഈ കപട വിശ്വാസികൾ ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയാണല്ലോ വന്നത്, അല്ലാഹുവേ ഈ വിവരം നബിക്ക് നീ അറിയിച്ചു കൊടുക്കണമേ. അങ്ങനെ ആസിം റളിയല്ലാഹു അൻഹുവിനെ അവർ കൊലപ്പെടുത്തുകയാണ്. സുലാഫക്ക് സന്തോഷമായി. എന്തേ കാരണം? വാക്ക് പാലിക്കാൻ പറ്റിയ അവസരമാണ്. ഇനി എനിക്ക് ആസിം റളിയല്ലാഹു അൻഹുവിന്റെ തല കിട്ടിയാൽ മതി. ആ തലയോട്ടിയിൽ കള്ളു കുടിക്കുമെന്ന് ഞാൻ സത്യം ചെയ്തതാണല്ലോ, ഇനി എനിക്ക് തലയോട്ടി ലഭിക്കണം. അങ്ങനെ അതാ ആ സംഘം ഹുദൈൽ ഗോത്രക്കാർ തലയെടുക്കാൻ വേണ്ടി ആ സ്ഥലത്തേക്ക് കടക്കുകയാണ്. ആ സന്ദർഭത്തിൽ അതാ മൃതശരീരത്തിന്റെ അടുത്തേക്ക് പോകാൻ പോലും അവർക്ക് കഴിയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തേനീച്ച കൂട്ടത്തെ അയക്കുകയാണ് ആസിം റളിയല്ലാഹു അൻഹുവിന്റെ ആ മയ്യത്ത് സംരക്ഷണത്തിന് വേണ്ടി. ഒരുപാട് സമയം കാത്തിരുന്ന് അവർക്ക് എടുക്കാൻ കഴിയില്ല. രാത്രി സമയത്തും അവർ കടന്നു വന്നു. ശക്തമായ ഇടിമിന്നലും മഴയും വന്നു. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ സഹായമാണത്. അവർ മൃതദേഹം എടുക്കാതെ, തലയെടുക്കാതെ വീണ്ടും തിരിച്ചു പോന്നു. രാവിലെ എടുക്കാമെന്ന് തീരുമാനിച്ചു. രാവിലെ വന്നു. ആസിം റളിയല്ലാഹുവിന്റെ തലയുമായി പോകാമെന്ന് തീരുമാനിച്ച ആളുകൾ അങ്ങോട്ട് വന്നപ്പോൾ മൃതദേഹം അവിടെ കാണാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് ആ മയ്യത്തിനെ മറച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ആസിം റളിയല്ലാഹു അൻഹു തൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതാണ്. മരണത്തിന് തൊട്ട് മുമ്പ് കപട വിശ്വാസികൾ പിടിക്കപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാഹുവേ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മയ്യത്ത് ശത്രുക്കൾക്ക് ലഭിക്കാത്ത രൂപത്തിൽ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടുത്തല്ലേ അല്ലാഹ് എന്ന് പ്രാർത്ഥിച്ച വ്യക്തിയായിരുന്നു മഹാനായ ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. നിങ്ങൾ നോക്കൂ, ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഈ സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതുപോലെ തന്നെ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞുവല്ലോ, വീട്ടിൽ ഉമ്മയും ഉപ്പയും ഒക്കെ വേറെ ആദർശത്തിന്റെ ആളുകളാണെങ്കിലും ആദർശം കൃത്യമായിട്ട് പ്രഖ്യാപിച്ച വ്യക്തിയാണ് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. എന്താ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു സംഭവം? ഉമ്മ പറഞ്ഞു, മോനെ ഞാൻ ഇനി ഭക്ഷണം കഴിക്കില്ല, നീ ഇസ്ലാമിൽ നിന്ന് പിന്മാറാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ല. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നിങ്ങൾക്ക് 100 ആത്മാവുണ്ടായി, ഓരോ ആത്മാവും നിങ്ങളിൽ നിന്ന് പോയാലും ഞാൻ എൻ്റെ മതം ഉപേക്ഷിക്കില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം. നിങ്ങൾ നോക്കൂ, ആരോടാണ് കൃത്യമായിട്ട് ഈ ആദർശം പ്രഖ്യാപിക്കുന്നത്? തൻ്റെ ഉമ്മയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച സ്വഹാബിയാണ്. പക്ഷേ ആദർശത്തിൻ്റെ പേരിൽ ഉമ്മ ഭക്ഷണം കഴിക്കില്ല എന്ന് പ്രഖ്യാപിച്ചപ്പോൾ, ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കഴിക്കണ്ട, ഞാൻ എൻ്റെ ആദർശം ഉപേക്ഷിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എത്രയെത്ര സ്വഹാബികളുടെ ചരിത്രമാണ് നമുക്ക് വായിക്കാനും ചരിത്രങ്ങളിൽ നിന്ന്, വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീറുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ചരിത്രമാണ്, ഈ ഒരു സ്വഹാബത്തിൻ്റെ പാതയാണ് ഞാനും നിങ്ങളും ഏറ്റെടുക്കേണ്ടത്. നമ്മുടെ ഒരു ആദർശമുണ്ട്. ആ ആദർശത്തിൽ ഒരു നിലക്കും വഴിമാറുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടില്ല. തൗഹീദിന് വേണ്ടി ശക്തമായി ശബ്ദിക്കുന്ന, കൃത്യമായിട്ട് പണിയെടുക്കുന്ന, അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്ന, അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്ന രംഗങ്ങളിലേക്ക് നമ്മൾ സജീവമായിട്ട് ഇറങ്ങണം എന്നുള്ളതാണ്. നമ്മെക്കൊണ്ട് ഏതെല്ലാം രൂപത്തിൽ കഴിയും. ഒരാളെ കൊണ്ട് പ്രസംഗിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഒരുപക്ഷെ സമ്പത്തുള്ള മനുഷ്യനാകും. സമ്പത്ത് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാം. തൻ്റെ ആരോഗ്യം അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാം. ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ വിശുദ്ധ ഖുർആനിലെ അല്ലെങ്കിൽ ഒരു ഹദീസിന്റെ വചനം ജനങ്ങൾക്കൊന്ന് വായിച്ചു കൊടുക്കാൻ നമുക്കും കഴിയും സഹോദരങ്ങളെ. നമ്മുടെ പള്ളിയുടെ മുന്നിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ബോർഡ്
എല്ലാ വെള്ളിയാഴ്ചയും വിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്തും അർത്ഥവും ഒന്ന് എഴുതി വെക്കൂ. എത്രത്തോളം ആളുകൾ വായിക്കുന്നുണ്ടോ അത്രയും കൂലി പ്രതിഫലം നമുക്ക് ലഭിക്കുന്നു. മാത്രമല്ല അവർ വിശുദ്ധ ഖുർആനിൽ നിന്ന് പഠിക്കുന്നു. ഒരു പ്രാർത്ഥന എല്ലാ വെള്ളിയാഴ്ചയും എഴുതി വെക്കൂ. എത്രയോ പള്ളികളിൽ കൃത്യമായിട്ട് നടന്നു വരുന്ന സമ്പ്രദായമാണ്. ആളുകൾക്ക് മാറ്റമുണ്ടാകും. അവർക്ക് ജീവിതത്തിൽ വലിയ പ്രചോദനമാണ് ഇതൊക്കെ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പഠിച്ച ആദർശത്തിൽ നിന്ന് ഒരു നിലക്ക് നമ്മൾ വാങ്ങാൻ പാടില്ല. ഈ തൗഹീദിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പള്ളികൾ, സൗത്ത് കർണാടകയിലുള്ള മുഴുവൻ പള്ളികളും, SKSM-ന്റെ കീഴിലുള്ള പള്ളികൾ, കേരളത്തിൽ മുജാഹിദിന്റെ കീഴിലുള്ള പള്ളികൾ, ഇന്ത്യ രാജ്യത്ത് അഹ്ലെ ഹദീസിന്റെ കീഴിലുള്ള പള്ളികൾ, ഇനി വിദേശ രാഷ്ട്രങ്ങളാണെങ്കിലും നിങ്ങൾ നോക്കൂ, സലഫി പ്രസ്ഥാനത്തിന്റെ കീഴിലുള്ള പള്ളികൾ. എന്തിനാണ് ഈ പള്ളികളും ഖുർആൻ ക്ലാസുകളും പ്രബോധന പ്രവർത്തനങ്ങളുമൊക്കെ? ഈ ആദർശപാതയുടെ കൃത്യമായി സഞ്ചരിക്കുവാനാണ്. ഇതിൽ നിന്ന് വഴിതെറ്റിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവോട് മാത്രം സഹായം ചോദിക്കുന്ന, നേർച്ചകളും വഴിപാടുകളും അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകളായിട്ട് തീരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന് നമ്മുടെ കുടുംബത്തെയും ഈ ആദർശപാതയിലേക്ക് നമ്മൾ ക്ഷണിക്കണം. പലപ്പോഴും ഈ ഒരു വിഷയത്തിലാണ് നമുക്ക് പാളിച്ച സംഭവിച്ചു പോകുന്നത്. ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ കുടുംബത്തിൽ പ്രബോധനം ആവശ്യമാണ് സഹോദരങ്ങളെ. ഉമ്മക്കും ഉപ്പക്കും ആദർശം എത്തിയിട്ടില്ല എങ്കിൽ എത്തിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഒന്ന് പരസ്പരം ഇരുന്ന് സംസാരിച്ചാൽ മതി. ഉമ്മ, ഉപ്പ, എന്താണ് നിങ്ങളുടെ ഈ നിലപാട്? ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ നിലപാട്? ഓരോ വിഷയങ്ങളും എടുത്തു നോക്കുക. നിങ്ങൾ മരിച്ചവരുടെ കബർ കെട്ടിപ്പൊക്കൽ, മഹാന്മാരുടെ കബർ കെട്ടിപ്പൊക്കുക, പ്രവാചകന്റെ ജന്മദിനാഘോഷം, അതുപോലെ തന്നെ ആണ്ടും നേർച്ചയും ഉറൂസുമൊക്കെ, എല്ലാ ശിർക്കൻ പ്രവണതകളും ബിദ്അത്തുമൊക്കെ ചർച്ചയാക്കൂ. എന്നിട്ട് ഖുർആനിന്റെ ആയത്തുകൾ നമുക്ക് കൊണ്ടുവരാം, നമുക്ക് ഹദീസുകൾ കൊണ്ടുവരാം. അവരോട് നിങ്ങൾ ചോദിക്കണം, എന്താണ് നിങ്ങൾക്കുള്ള പ്രമാണം? അവിടെയാണ് പ്രമാണമില്ല എങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ടത്, എത്തിച്ചു തരേണ്ട ബാധ്യത എനിക്കുണ്ട്, ഞാൻ എത്തിച്ചു തന്നു. ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ. ബലം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എത്തിച്ചു കൊടുക്കാനുള്ള കൃത്യമായ ഒരു പ്രബോധനം, ഒരു ജോലി മാത്രമാണ് അള്ളാഹു നമ്മെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ഈ സ്വഹാബത്ത് കാണിച്ചു തന്ന ആ ആദർശം നമ്മൾ സ്വീകരിക്കുകയും അതിനുവേണ്ടി നമുക്ക് എന്തെല്ലാം പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ക്ഷമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നമുക്കതിനുള്ള പ്രതിഫലം തീർച്ചയായിട്ടും നൽകും. നമ്മുടെ നിയ്യത്ത് നന്നാകണം. എല്ലാ കാര്യത്തിലും നമ്മൾ പറഞ്ഞല്ലോ, നിയ്യത്ത് ശരിയല്ലേ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം ലഭിക്കില്ല. വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വന്നത് അള്ളാഹുവിന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് എന്ന നിയ്യത്തോടു കൂടിയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായ നമസ്കാരം കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു പോകുന്ന എല്ലാ സമയവും അതിൻ്റെ പ്രതിഫലം തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും. ഇല്ല എങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യുവാൻ പ്രവാചകനും സഹാബത്തും ഏത് രൂപത്തിലാണോ നമുക്ക് ഈ ആദർശം എത്തിച്ചു തന്നത് അത് കൃത്യമായി പിൻപറ്റുവാനും അതിനുവേണ്ടി എന്തെല്ലാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടോ അതൊക്കെ സഹിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ക്ഷമിക്കുവാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ പ്രവാചകന്മാരും സഹാബികളും കടന്നു പോകുന്ന ആ സ്വർഗത്തിൻ്റെ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുകയും ശാശ്വതമായി അവിടെ ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സഹോദരൻ, നമുക്കറിയാം, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് എല്ലാ നിലക്കും സഹായിക്കുന്ന, കോവിഡ് കാലഘട്ടത്തിൽ ഒരുപാട് കുടുംബത്തിന് ഭക്ഷണ കിറ്റുകളുമൊക്കെ കൊടുത്ത ഒരു സഹോദരൻ, അദ്ദേഹത്തിന് ആകെയുള്ള ഒരു മകൾ ICUവിൽ വളരെ പ്രയാസം സഹിച്ചുകൊണ്ട്, പ്രയാസം അനുഭവിച്ചുകൊണ്ട് കിടക്കുകയാണ്. നമ്മോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്നുള്ളത് പ്രാർത്ഥനയാണ്. അള്ളാഹുവെ, ആ മോളുടെ എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും നീ അകറ്റി കൊടുക്കണമേ. ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനും കൃത്യമായ ഇസ്ലാം എന്ന മതത്തിൻ്റെ ഈ ആദർശത്തിൻ്റെ വക്താവായിക്കൊണ്ട് അവസാനം വരെ ജീവിക്കുവാനും അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാനും അള്ളാഹു അവർക്കും നമുക്കുമൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ MG മുഹമ്മദ് സാഹിബ്, നമ്മുടെ ഒരുപാട് കാലമായി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമില്ലാത്തത് വളരെ എല്ലാവർക്കും ഒരു പ്രയാസമായിട്ടുണ്ട്. ദഅ്വാ രംഗം മുമ്പത്തെ പോലെ എത്രത്തോളം സജീവമായിരുന്നു അത്രത്തോളം ഒരു സജീവത കുറവുണ്ട് അദ്ദേഹം നമ്മിൽ നിന്ന് മാറി നിന്നപ്പോൾ. നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല
അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ശിഫ നൽകി ദഅ്വാ രംഗത്തേക്ക് തിരിച്ചു വരാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരാണ് എപ്പോഴാണ് രോഗികളായി തീരുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രോഗങ്ങളിൽ നിന്നും മാറാവ്യാധികളിൽ നിന്നും നമ്മയെല്ലാം കാത്തുകൊള്ളട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹോസ്പിറ്റലുകളിൽ അതുപോലെ തന്നെ വീടുകളിൽ എത്രയോ സഹോദരിമാർ കിടക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ സഹോദരിമാർ, അല്ലാഹു ആ കടങ്ങളെല്ലാം വീട്ടുവാനും സമാധാനത്തോടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم الأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.